ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തൃശൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോൺഗ്രസ് കൗൺസിലർ നിമ്മി റപ്പായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് NCPയിൽ ചേർന്നു. മുൻ കൗൺസിലർമാരായ ജോർജ് ചാണ്ടിയും ഷോവി ഫ്രാൻസിസും വിമത സ്ഥാനാർത്ഥികളാകും. DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് രവി ജോസ് താണിക്കൽ. തൃശൂർ കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികൾ കൂടുതലും പുതുമുഖങ്ങൾ. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ വൻ കഞ്ചാവ് വേട്ട. 8 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പറപ്പൂരിൽ ഗ്ലാസ് പൊട്ടിവീണ 5 പേർക്ക് പരിക്കേറ്റു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് ഗ്ലാസ് പൊട്ടിവീണത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ ചൊവ്വാഴ്ച തിരിതെളിയും. 10 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 8500 കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. വാർത്തകളിലേക്ക് വിശദമായി. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. സിറ്റിംഗ് കൗൺസിലർ നിമ്മി റപ്പായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. നിമ്മി റപ്പായിക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് രാജിക്കത്ത് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കൈമാറി. രാജിവെച്ച നിമ്മി NCPയിൽ ചേർന്നാണ് LDFൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി തന്നോട് നീതി കാണിച്ചില്ലെന്ന് രാജിക്ക് ശേഷം നിമ്മി റപ്പായി പറഞ്ഞു. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മുൻ കൗൺസിലർമാരായ ജോർജ് ചാണ്ടി, ഷോമി ഫ്രാൻസിസ് എന്നിവർ വിമത സ്ഥാനാർത്ഥികളെ മത്സരിക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ തൽപര കക്ഷിക്കാർക്ക് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാവ് രവി ജോസ് താണിക്കൽ DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. കൊടുങ്ങല്ലൂരിൽ മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭാ ജോഷി BJPയിൽ ചേർന്നു. ഇരിങ്ങാലക്കുടയിലെ BJP സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ സ്വീകരിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ശാസ്താവിടം എന്നിവർ പങ്കെടുത്തു. ശോഭാ ജോഷി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടൗൺഹാൾ വാർഡിൽ NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കും. അതേസമയം BJPയോടൊപ്പം ചേർന്ന് ഇടതുമുന്നണിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ശോഭാ ജോഷിയെ CPMൽ നിന്നും പുറത്താക്കിയതായി CPM താക്കലി അറിയിച്ചു. തൃശൂർ കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികൾ കൂടുതലും പുതുമുഖങ്ങളാണ്. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, എങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടികയെ വിലയിരുത്തുക? പുതുമുഖങ്ങൾക്കൊപ്പം പരിചയസമ്പന്നർക്കും അവസരം നൽകിയിട്ടുണ്ടോ? തീർച്ചയായും ലിബീഷ്, ഇത്തവണ പുതുമുഖങ്ങൾക്കൊപ്പം പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികൾക്കും അവസരം നൽകിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിലെ 56 സീറ്റുകളിലേക്ക് ഉള്ള പട്ടികയിൽ 48 പേരുടെ പേരാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPM 38, CPI 8, ജനതാദൾ 2, RJD 3, കോൺഗ്രസ് S 1, കേരള കോൺഗ്രസ് മാണി 2, NCP 1, LDF സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് 56 സീറ്റുകൾ. അതിൽ 8 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഈ പട്ടികയിൽ മുൻ മേയർ അജിത ജയരാജൻ, നിലവിലെ ഡെപ്യൂട്ടി മേയർ ML റോസി എന്നിവർ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി പുതുമുഖങ്ങളാണ്. നേരത്തെ BJP കുട്ടംകുളങ്ങര കൗൺസിലറായിരുന്ന I ലളിതാംബിക കഴിഞ്ഞ ദിവസം CPIയിൽ ചേരുകയുണ്ടായി. I ലളിതാംബികയ്ക്ക് കുട്ടംകുളങ്ങരയിൽ CPI സീറ്റ് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് രാജിവെച്ച നിമ്മി റപ്പായി NCPയിൽ ചേർന്ന് NCPയുടെ ഒല്ലൂർ സീറ്റിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ 2 പ്രത്യേകതകളും ഈ തവണത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിചയസമ്പന്നരായ നിരവധി പുതുമുഖങ്ങൾ, അത് കൂടുതൽ യുവരക്തങ്ങളായ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. അതേസമയം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള 30 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും
പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ 2 സീറ്റിൽ പുത്തൂർ ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥി അത് കേരള കോൺഗ്രസിന്റെ സീറ്റാണ്. കടപ്പുറം ഡിവിഷനിലേക്കുള്ള സീറ്റ് INLന്റേതാണ്. ഈ 2 സീറ്റുകളിലേക്ക് ഒഴികെ ബാക്കി എല്ലാ സീറ്റിലേക്കും 28 സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചിരിക്കുന്നു. CPM 18, CPI 8, RJD 1, NCP 1, കേരള കോൺഗ്രസ് 1, INL 1 എന്നിങ്ങനെയാണ് 30 സീറ്റുകളിലേക്ക് LDF സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത്. തികച്ചും ആവേശകരമായ രീതിയിലാണ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും നടന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ചുരുക്കം ചില സീറ്റുകളിൽ ഒഴികെ പ്രഖ്യാപിക്കാനുള്ള ചുരുക്കം സീറ്റുകളിൽ ഒഴികെ ബാക്കി എല്ലാ ഡിവിഷനുകളിലും പ്രവർത്തനവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നിതീഷ്, LDF സ്ഥാനാർത്ഥി പട്ടികയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു CP അഗസ്റ്റിൻ. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 7 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു. കാട്ടൂർ, മാള, എറിയാട്, കൊരട്ടി, കയ്പമംഗലം, കൊടകര, മുരിയാട് എന്നീ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ പ്രഖ്യാപിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇതോടൊപ്പം നടന്നു. അഴിമതി ഭാരത ജനതയുടെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ വൻ കഞ്ചാവ് വേട്ട. 8 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ചോട്ടു, ആരിഫ് എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. പ്രതികളുടെ ബാഗിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പറപ്പൂരിൽ ഗ്ലാസ് പൊട്ടി വീണ് 5 പേർക്ക് പരിക്കേറ്റു. സെന്റർ ടവറിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനിടെ ഗ്ലാസ് പൊട്ടി വീണാണ് 5 പേർക്ക് പരിക്കേറ്റത്. സ്വർണ്ണാഭരണ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന ടഫൻഡ് ഗ്ലാസാണ് പൊട്ടി വീണത്. പരിക്കേറ്റ തച്ചുശാസ്ത്ര വിദഗ്ധൻ പറപ്പൂർ സ്വദേശി കോലത്താട്ടിൽ ഉണ്ണികൃഷ്ണൻ, മുണ്ടൂർ സ്വദേശി പഴമുക്കിൽ സന്ദീപ്, ഏഴാംകല്ല് സ്വദേശി ചീരോത്ത് രാകേഷ്, പേനകം സ്വദേശി അന്നകര രതീഷ്, പുല്ലിയന്നൂർ സ്വദേശി രവി എന്നിവരെ പറപ്പൂർ ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം 18 മുതൽ 21 വരെ ഇരിങ്ങാലക്കുടയിൽ നടക്കും. 22 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 8500ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനറും വിദ്യാഭ്യാസ ഉപഡയറക്ടറുമായ PM ബാലകൃഷ്ണൻ അറിയിച്ചു. ടൗൺ ഹാളിലാണ് പ്രധാന വേദി. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് സ്കൂൾ, സെന്റ് മേരി സ്കൂൾ, ഡോൺ ബോസ്കോ സ്കൂൾ തുടങ്ങിയവയാണ് മറ്റു വേദികൾ. സംസ്കൃതോത്സവം നാഷണൽ സ്കൂളിലും അറബിക് കലോത്സവം ഗവൺമെന്റ് LP സ്കൂളിലുമാണ് നടക്കുക. ബുധനാഴ്ച ടൗൺ ഹാളിൽ ചലച്ചിത്ര താരം ജയരാജ് വാര്യർ കലാമേള ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T. ശൈല, വൈസ് ചെയർമാൻ AC സുരേഷ്, വിവിധ കമ്മിറ്റി കൺവീനർമാരായ ഷിജി ശങ്കർ, CP ജോബി, PT സെമിറ്റോ, CV സ്വപ്ന എന്നിവരും പങ്കെടുത്തു. വാൽപ്പാറ സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപമുള്ള പാടിക്കു നേരെ കാട്ടാനാക്രമണം. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ജനലും വാതിലും തകർത്ത് അടുക്കള ഭാഗത്തുകൂടി അകത്തുകയറിയ കാട്ടാന ഭക്ഷണ സാധനങ്ങൾ കഴിച്ച ശേഷമാണ് മടങ്ങിയത്. മേഖലയിൽ കാട്ടാന ശല്യം പതിവാണ്. പുലിയും കരടിയും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതും ഇവിടെ പതിവാണ്. വന്യമൃഗ ഭീതി ഒഴിവാക്കാൻ പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെടുമ്പോഴും കാടിനോട് ചേർന്ന മേഖലയായതിനാൽ വനം വകുപ്പ് നിസ്സഹായരാണ്. കഴിഞ്ഞ ദിവസം സമീപത്തെ സ്കൂളിലെത്തിയ കാട്ടാന ഭാഗികമായി നാശനഷ്ടം വരുത്തിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട NDA നേതൃയോഗം തൃശ്ശൂരിൽ ചേർന്നു. നവഭവനിൽ ചേർന്ന നേതൃയോഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, NDA നേതാക്കളായ സംഗീത വിശ്വനാഥൻ, ശോഭ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, MT രമേശ്, AN രാധാകൃഷ്ണൻ, ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. UDF കയ്പമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KF ഡൊമിനിക്, ശോഭന രവി, സലീം പൊറക്കുളം, TK സെയ്ദ് മുഹമ്മദ്, മണി കാവുങ്ങൽ, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടായ കാലം മുതൽ ഈ പഞ്ചായത്തിൽ ഒന്നിച്ചിരുന്നപ്പോഴൊക്കെ പരിപൂർണമായ വൻപിച്ച വിജയമാണ് UDF ഉണ്ടായിട്ടുള്ളത്. ഈ പഞ്ചായത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിയും പഞ്ചായത്ത് ഓഫീസിലിരിക്കുന്ന സ്ഥലം തുടങ്ങിയ തിരുവല്ലോമല പഞ്ചായത്ത് 19 വാർഡുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 19 വാർഡുകളിൽ 14 എണ്ണത്തിൽ CPM മത്സരിക്കും, 5 എണ്ണത്തിൽ CPIയും മത്സരിക്കും. CPM സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു നിർവഹിച്ചു. CPI സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും.
ഗുരുവായൂർ ബ്രഹ്മകുളത്തൂർ തെരുവുനായ റോഡിന് കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു. ചെമ്മണ്ണൂർ വാഴപ്പള്ളി വീട്ടിൽ ജോഷിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ പാചക തൊഴിലാളികളുടെ ആവശ്യങ്ങളോട് സർക്കാർ നിഷേധാത്മക നയം സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള സ്കൂൾ പാചക തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. സ്കൂൾ പാചക തൊഴിലാളികളെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം കണ്ടിൻജൻസി ജീവനക്കാരെ അംഗീകരിച്ച ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക, തൊഴിലാളികളുടെ ദിവസക്കൂലി 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ്ണ. HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ധർണ്ണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ 584 പോയിന്റോടെ കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. UP വിഭാഗത്തിൽ 80 പോയിന്റുകൾ നേടി ചെർളയം HCC ഗവൺമെന്റ് UP സ്കൂൾ 1ാം സ്ഥാനത്തെത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് EMHS 1ാം സ്ഥാനം നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുന്നംകുളം GVHSS ബോയ്സ് സ്കൂൾ 1ാം സ്ഥാനത്തെത്തി. ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ചുള്ള കുമരനെല്ലൂർ ദേശത്തിന്റെ നോട്ടീസ് പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദിലീപ് ശ്രീധരന് ആദ്യപ്രതി നൽകി നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, എങ്കക്കാട് ദേശകമ്മിറ്റി ഭാരവാഹികളായ PR സുരേഷ് കുമാർ, C ജയേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 24-നാണ് ഉത്രാളിക്കാവ് പൂരം. തെക്കുങ്ങര പഞ്ചായത്തിലെ 19 വാർഡുകളിലേക്കുള്ള ഇടത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 16 സീറ്റിൽ CPM-ഉം 3 സീറ്റിൽ CPI-യും മത്സരിക്കും. കരുമത്ര, വടക്കേക്കര, വീരോലിപ്പാടം, പുന്നമ്പറമ്പ് സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. പട്ടികജാതി വനിതാ സംവരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി. ഉറച്ച സീറ്റായ മലാക്ക വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ശാന്ത ഉണ്ണികൃഷ്ണൻ മുൻനിർത്തിയാണ് മത്സരം. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് അജീഷ് ഫിലിപ്പും പട്ടികയിൽ ഇടം നേടി. നമ്മുടെ ജില്ലയുൾപ്പെടെയുള്ള 2ാം ഘട്ട വോട്ടെടുപ്പിലെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ 19 വാർഡിലെ സ്ഥാനാർത്ഥികൾ അവരെ എല്ലാ അർത്ഥത്തിലുമുള്ള സംഘടന. ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാരങ്ങൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു. സാഹിത്യ പ്രതിഭാ പുരസ്കാരം K രഘുനാഥന് നൽകും. സർഗശ്രീ പുരസ്കാരം MV ജനാർദ്ദനന്റെ പെരുമലയൻ എന്ന നോവലിനാണ്. ഈ മാസം 22-ന് തൃശൂരിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ സമിതി പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, അപർണ ബാലകൃഷ്ണൻ, K ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പറപ്പൂർ സെന്റ് ജോൺ നെമ്പൂസ്യാൻ ഫൊറോന ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 21, 22, 23, 24 തീയതികളിലാണ് തിരുനാൾ. തിരുനാളിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാമൂഹ്യ സേവന പദ്ധതിയുടെ ഉദ്ഘാടനവും തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും വികാരി ജനറൽ നിർവഹിച്ചു. വികാരി ഫാദർ സെബി പുത്തൂർ തിരുനാൾ വിളംബരം ഫ്ളാഗ് ഓഫ് ചെയ്തു. നിയുക്ത ശബരിമല മേൽശാന്തി എറന്നൂർ മനക്കൽ പ്രസാദ് നമ്പൂതിരിക്ക് കൊടകര പൗരാവലി സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. പെരുവനം കുട്ടന്മാരാർ, അശ്വിനി ദേവ് തന്ത്രികൾ, AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കൊടകര ഉണ്ണി, ഫാദർ ജെയ്സൺ കരിപ്പായി, മോഹനൻ തൊമ്മാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാളയിൽ സ്റ്റീൽ കയറ്റിപ്പോയ ലോറി അപകടത്തിൽപ്പെട്ടു. മാള കൃഷ്ണൻകോട്ട റോഡിലാണ് അപകടമുണ്ടായത്. മുന്നിൽ പോയ കാർ ബ്രേക്ക് ചെയ്തപ്പോഴാണ് അപകടമുണ്ടായത്. റെയിലിൽ വെച്ചിരുന്ന സ്റ്റീൽ റോൾ ഇളകി മാറി ലോറിയുടെ ക്യാബിൻ തകർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലം പഞ്ചായത്തിലേക്ക് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. കയ്പമംഗലം പഞ്ചായത്തിലെ 6 വാർഡുകളിലാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരത്തിനിറങ്ങുക. 8ാം വാർഡിൽ FITU ജില്ലാ വൈസ് പ്രസിഡന്റായ ആസിയ മജീദിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മറ്റു വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KK ഷാജഹാൻ, PV ഇബ്രാഹിം, PM ഉസ്മാൻ, KK അജിത തുടങ്ങിയവർ സംസാരിച്ചു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിക്ക് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം താലൂക്ക് യൂണിയനും കൊടകര പൂനിലാർക്കാവ് ദേവസ്വവും സംയുക്തമായി സ്വീകരണം നൽകി. ദേവതാംഗ ജ്യോതിഷ പരിഷത്ത് ആചാര്യൻ സേതു മാധവ് ഉദ്ഘാടനം ചെയ്തു. പൂനിലാർക്കാവ് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. E കൃഷ്ണൻ നായർ, T മോഹനൻ, E രവീന്ദ്രൻ, മിനി ദാസൻ, PR സുബ്രഹ്മണ്യൻ, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച തിരുവല്ലാമല പാമ്പാടി സ്കൂൾ ലൈബ്രറിയും സ്കൂൾ ലിറ്റററി ക്ലബ്ബും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. മനോജ് കുമാർ ചീരാത്ത് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ K രഘുനാഥൻ, മാനസി, K ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മനക്കൊടി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പഞ്ചലോഹത്തിൽ തീർത്ത അർച്ചനാ വിഗ്രഹം ക്ഷേത്ര സന്നിധിയിലെത്തിച്ചു. തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി വിഗ്രഹം ഏറ്റുവാങ്ങി. മനക്കൊടി നമ്പോർക്കാവ് ദേവസ്വങ്ങളുടെ പ്രസിഡന്റ് രാമചന്ദ്രൻ കറുത്തേതിൽ, ഭരണസമിതി പ്രസിഡന്റ് ചന്ദ്രൻ നായർ അമ്പലക്കാട്ട്, സെക്രട്ടറി രവി കറുത്തേതിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം 17, 18, 19 തീയതികളിലെ അഷ്ടമംഗല പ്രശ്നം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. താമരശ്ശേരി വിനോദ് പണിക്കർ, അരീക്കുളങ്ങര സുരേഷ് പണിക്കർ, ചൂണ്ടൽ വിഷ്ണുദാസ് പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം നടത്തുന്നത്. ക്ഷേത്രം ക്ഷേമസമിതി പ്രസിഡന്റ് നന്ദകുമാർ കാക്കനാട്ട്, സെക്രട്ടറി KV സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ CR ബൈജു, സത്യപ്രകാശൻ പട്ടത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഈ മാസം 22-ന് ആഘോഷിക്കും. വൈകിട്ട് ദേശവിളക്ക് പന്തലിൽ ആറാട്ടുപുഴ പവിദാസിന്റെ പ്രമാണത്തിൽ പഞ്ചാരിമേളം നടക്കും. വൈകിട്ട് 6-ന് പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ രാത്രി 9-ന് എത്തിച്ചേരുന്ന എഴുന്നള്ളിപ്പിന് കർപ്പൂര ദീപങ്ങളാൽ പ്രശോഭിതമായ പന്തലിൽ ആചാരാനുഷ്ഠാനങ്ങളോടെയും നിറപറകളോടെയും സ്വീകരിക്കും. തുടർന്ന് പ്രസാദ ഊട്ട് നടക്കും. വെളുപ്പിന് 3 മണിക്ക് ആറാട്ടുപുഴ ഏഴുകണ്ടം അതിർത്തിയിൽ നിന്നും പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം ചെയ്യും. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾക്കായി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാംകുമാർ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത് അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എഡിസൺ ഫ്രാൻസിസ് പരിശീലന ക്ലാസ് നയിച്ചു. കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുകളിലെ കൃഷ്ണൻ, ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോസ് മൂത്തേടൻ, ക്ലബ് സെക്രട്ടറി ജോണി മാഞ്ഞങ്ങ, ട്രഷറർ ബിജു ജോൺ, റീജിയണൽ ചെയർമാൻ സെബി വട്ടോലി, സോൺ ചെയർമാൻ PD ജോൺസ് എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ശ്രീ കല്ലളി വിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. വൈകിട്ട് 7-ന് ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ KK ആനന്ദൻ, പരമേശ്വരൻ ഈച്ചരത്ത്, മോഹനൻ നായർ എന്നിവർ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 1240 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ 91,720 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. കഴിഞ്ഞ ദിവസം സ്വർണ്ണവില 2 തവണ കുറഞ്ഞിരുന്നു. ഇനി വാണിജ്യം. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്തത ആർജിച്ച ട്രഷർ ട്രീ ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡിന്റെ വലപ്പാട് ശാഖയുടെ 5ാം വാർഷികവും മാപ്രാണം ശാഖയുടെ 4ാം വാർഷികവും ആഘോഷിച്ചു. വലപ്പാട് ബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സീനിയർ AGM സോമരാജ് പണിക്കർ, AGM കൃഷ്ണ കലേഷ്, ഡയറക്ടർമാരായ കാർത്തികേയൻ, അനുരാജ് രത്നാകരൻ, PC സുജിത്ത് എന്നിവർ സംസാരിച്ചു. IR പ്രസന്നൻ, ജോർജ് ഭാസ്കരൻ എന്നിവർ ചേർന്ന് വാർഷികാഘോഷ കേക്ക് മുറിച്ചു. ഉപഭോക്താക്കളും വാർഷികാഘോഷത്തിൽ പങ്കാളികളായി. ട്രഷർ ട്രീ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ മാപ്രാണം ശാഖയുടെ 4ാം വാർഷികവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മാപ്രാണം സെന്ററിലുള്ള സെന്റ് ആന്റണീസ് കോംപ്ലക്സിലെ ബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ട്രഷർ ട്രീയുടെ പ്രധാന ഉപഭോക്താക്കളായ PR മോഹനൻ, TP ലോനപ്പൻ, TS ഹുസൈൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
ട്രഷർ ട്രീയുടെ സീനിയർ AGM സോമരാജ് പണിക്കർ, AGM കൃഷ്ണ കലേഷ്, കമ്പനി ഡയറക്ടർമാരായ AR അനുരാജ്, PC സുജിത്ത്, സെയിൽസ് ഹെഡ് ദിവ്യ S നായർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ചിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വഴിയോര കച്ചവടക്കാർക്ക് കുടകളും വിതരണം ചെയ്തു. എല്ലാ സേവനങ്ങൾക്കും 1800-8899-882 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രീമിയം ലോണ്ടറി സർവീസ് ശൃംഖലയായ മൈക്യൂൻ അൾട്രായുടെ കോർപ്പറേറ്റ് ഓഫീസ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പൂങ്കുന്നം ഹരി മെമ്മോറിയൽ ബിൽഡിംഗിലെ 1ാം നിലയിൽ ആരംഭിച്ച കോർപ്പറേറ്റ് ഓഫീസിന്റെയും അയണിംഗ് ഹബ് ആൻഡ് ഷൂ സ്പായുടെയും ഉദ്ഘാടനം കമ്പനി ചെയർമാൻ CJ തോമസ്, പത്നി മിനി തോമസ് എന്നിവർ നിർവഹിച്ചു. മൈക്യൂൻ അൾട്രാ പ്രീമിയം MD ജോസഫ് തോമസ്, ഡയറക്ടർ ജുബിൻ തോമസ്, ടെക്നിക്കൽ ഹെഡ് ഡിൻഡോ ഡേവിസ്, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. വാഷിംഗ് ആൻഡ് അയണിംഗ്, വാഷിംഗ് ആൻഡ് ഫോൾഡിംഗ്, സ്റ്റീം അയണിംഗ്, ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, ഷൂ വാഷിംഗ്, കർട്ടൻ, ഹെൽമറ്റ്, ടോയ്സ് ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം സേവനങ്ങളും ഇമ്പോർട്ടഡ് മെഷീൻ ഉപയോഗിച്ച് RO പ്യൂരിഫൈഡ് വെള്ളത്തിൽ കഴുകി ഏറ്റവും വേഗത്തിൽ ഡെലിവറി ചാർജ് ഇല്ലാതെ വീടുകളിൽ ഉപഭോക്താക്കളുടെ കൈകളിൽ സുരക്ഷിതമായി മൈക്യൂൻ എത്തിച്ചു നൽകും. ഉപഭോക്താക്കൾക്ക് ലൈവായി തന്നെ കമ്പനിയുടെ സർവീസുകൾ കാണാൻ സാധിക്കുമെന്നത് മൈക്യൂൻ അൾട്രായുടെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും 20ഓളം പുതിയ ഔട്ട്ലെറ്റുകൾ അടുത്ത 6 മാസത്തിനുള്ളിൽ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് മൈക്യൂൻ അൾട്രാ പ്രീമിയം. കൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മൈക്യൂൻ അൾട്രാ എക്സ്പീരിയൻസ് സെന്ററിലേക്ക് ജില്ലാ ഫ്രാഞ്ചൈസികളെ നിയമിക്കും. ഒപ്പം കമ്പനിയുടെ പുതുസംരംഭങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അയണിംഗ് ആൻഡ് ഡ്രൈ ക്ലീനിംഗ് സെന്റർ, വാഷിംഗ് മെഷീൻ റിപ്പയർ ആൻഡ് സർവീസ് സെന്റർ എന്നിവ അടുത്ത വർഷം എറണാകുളം ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9544833393. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തൃശൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോൺഗ്രസ് കൗൺസിലർ നിമ്മി റപ്പായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് NCPയിൽ ചേർന്നു. മുൻ കൗൺസിലർമാരായ ജോർജ് ചാണ്ടിയും ഷോമി ഫ്രാൻസിസും വിമത സ്ഥാനാർത്ഥികളാകും. DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് രവി ജോസ് താണിക്കൽ. തൃശൂർ കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികൾ കൂടുതലും പുതുമുഖങ്ങൾ. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ വൻ കഞ്ചാവ് വേട്ട. 8 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പറപ്പൂരിൽ ഗ്ലാസ് പൊട്ടി വീണ് 5 പേർക്ക് പരിക്കേറ്റു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് ഗ്ലാസ് പൊട്ടി വീണത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ ചൊവ്വാഴ്ച തിരിതെളിയും. കലോത്സവത്തിൽ 8500ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.